വയനാട് ദുരന്തത്തിൽ സർക്കാർ ചെലവാക്കിയ തുകയുടെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഓരോ എത്ര രൂപയ്ക്കാണ് സാർ? 2000 സാർ ഇതൊന്ന് നോക്കിക്കോളൂ. ഡീസൽ അടിച്ചില്ല എന്ന് പറയും ചിലർ. അതുകൊണ്ട് കുഴപ്പമില്ല. അയ്യോ സാർ, ഇത് പറ്റില്ല സാർ. സാറേ മീറ്ററിലേക്ക് പുറത്ത് കേട്ടപ്പോൾ ഒരു അത്ഭുതം തോന്നുക. അത്ഭുതം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ജൂലൈ 30 മുതൽ ഒരു 12 ദിവസം ഞാൻ അവിടെ പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവിടെയൊക്കെ രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം എത്തിച്ചത് സത്യത്തിൽ അവിടുത്തെ വിവിധ സംഘടനകൾ, വിവിധ ജില്ലകളില് വിവിധ സംഘടനകൾ, വിവിധ മതസംഘടനകൾ, അങ്ങനെയുള്ള ടീമാണ് അവിടെ ഭക്ഷണം എത്തിച്ചത്. ആ ഭക്ഷണം ഞാനും കഴിച്ചിട്ടുണ്ട്. ഈ മലപ്പുറം മൊയ്തീൻ ഒരു കൃത്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. ഈ ചെമിക്ക് ഏറിയ ഒരാഴ്ച വ്യക്തമാകുന്നത് വോളണ്ടിയർമാരുടെ ഭക്ഷണ ചെലവായി കാണിച്ചിട്ടുള്ളത് 10 കോടി രൂപ. ദുരന്ത മേഖലയിൽ ഒരു ഗ്ലാസ് പാൽ എടുക്കൂ. മിൽക്ക് ഇത് പഴങ്കഞ്ഞി. ശവസംസ്കാര ചടങ്ങിന് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് വന്നിട്ടുള്ള ചെലവ് എന്നത് 3 കോടി രൂപയോട് അടുത്താണ്. 2.76 കോടി രൂപ ആണ് ചെലവായി പറയുന്നത്. നേരത്തെ എല്ലാ വിരലുകളും പതിച്ചേക്കൂ. തള്ളവിരൽ, ചെറുവിരൽ, ചൂണ്ടുവിരൽ, ചൂണ്ടാത്ത വിരൽ, മുച്ചാനുവിരൽ, നടുവിരൽ എല്ലാം പതിച്ചേക്കൂ. വെടിക്കെട്ടിന്റെ പരിപാടിയാണല്ലോ. ഏത് വിരലാ എപ്പോഴാ തെറിച്ചു പോകുന്നു പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഭക്ഷണ ചെലവ് തന്നെ, ഭക്ഷണത്തിന് ആവശ്യമായ റോ മെറ്റീരിയലുകൾ, അതായത് ഇപ്പോൾ അരിയാകട്ടെ, പച്ചക്കറിയാകട്ടെ, മസാലകൾ ആകട്ടെ, ഇതെല്ലാം അവിടെ എത്തിയിരുന്ന വസ്തുക്കളാണ്. അത് ഉപയോഗിച്ച് ഞങ്ങൾ ആദ്യമായിട്ടാണ് സാർ. നിങ്ങൾ കട്ടോ, പക്ഷെ ഞാൻ കക്കുന്നില്ല എന്ന് പറഞ്ഞോണ്ട് കക്കരുത്. ഷഡ്ഡിയുടെ മേളിൽ കയറി പോണ